മച്ച്. വെൽക്കം ടു സോൾ. ദിസ് ഇസ് സോൾ വെൽനസ്. ഇവിടെ ആണ് തുടങ്ങുന്നത്. ഫിറ്റ്നസ് എല്ലാം പോലെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരുപാട് കളക്ഷൻ ഒന്നുമില്ല, കളക്ഷൻ എന്ന് പറയത്തൊക്കെ ഒന്നുമില്ല. ഇഷ്ടപ്പെട്ട കുറച്ച് വണ്ടികളുണ്ട്. നോട്ട് എ ബിഗ് കൈൻഡ് ഓഫ് കളക്ഷൻ. ദിസ് ഇസ് സംതിങ് ഹ്യൂജ്. ഞാനൊരു സാധാരണ ഒരു സ്റ്റീൽ ബ്രാൻഡ് എന്നതിലുപരി കേരളത്തിന്റെ വികസനത്തിന്റെ പങ്ക് അല്ലെങ്കിൽ വളർച്ചയുടെ പങ്ക് ജനങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് നമ്മൾ. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്, കൂട്ടുകച്ചവടം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഫ്രജൈൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളൊരു ഒറ്റക്കൊരു ബിസിനസ് തുടങ്ങുന്നതിലും ഒരുപാട് ഗ്രോത്ത്, അതായത് ഒരുമിച്ചുണ്ടാവുമ്പോൾ ഉള്ള ഗ്രോത്ത് ഒരുപാടാണ്. അതുകൊണ്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ടായി. അത് എപ്പോഴും ഉപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് നിനക്ക് എന്നുള്ളതല്ല, ഇതെല്ലാം നമുക്കുള്ളതാണ്. നമുക്ക് ഇറങ്ങി വരുമ്പം യു കുഡ് സി ആ സെറ്റിലുള്ള എല്ലാവരും ദ റെസ്പെക്ട് വിച്ച് പീപ്പിൾ ഗിവ്സ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക ആൻഡ് ആ ഒരു ഓറ, ബ്രൈറ്റ്നെസ്. സോ അത് കാണുമ്പോൾ തന്നെ ഐ വാസ് ലൈക്ക്, നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഐ ഹാഡ് ദാറ്റ് ഗൂസ് ബംസ്. എൻ്റെ ഒരാൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇത് ഇവര് മമ്മൂട്ടിനെ കമ്പനി നമ്മൾ എത്തിച്ച ആളാണ്, അങ്ങനെയാണ് അയാൾക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഇത് എത്ര കിലോ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്? I was 135 kg. And now I am 80. എന്തെങ്കിലും ഫ്ലോപ്പ് വന്നാൽ രണ്ടു കൂട്ടരും അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നമുക്കുണ്ടായിരുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളെ പറഞ്ഞ ഫസ്റ്റ് ജനറേഷൻ തന്നെയാണ്. ഇത് പറഞ്ഞ നോളേജ് ഒന്നും ഇല്ലാതെ ഈ 10-30 കൊല്ലം അവർ ഈ പ്ലാന്റ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ യെസ് വി ഓൾസോ ക്യാൻ. തറവാടാണ് നമ്മളെ 200 വർഷത്തെ പാരമ്പര്യം. ഞാൻ എൻ്റെ ഉപ്പ ജനിച്ച തറവാടാണ്. ആ തറവാട് ആണ് ഓഫീസായി മാറിയത്. 2025 നിൽക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉള്ള, അല്ലെങ്കിൽ ഏറ്റവും അധികം സ്റ്റീൽ വിൽക്കപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറാൻ കെൻസയ്ക്ക് സാധിച്ചു. സോ ഇറ്റ് ഇസ് വെരി ബിഗ് തിങ് ഫോർ മൈ. കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഇഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ട്. ദ ഫുഡ്, ദ പീപ്പിൾ, ദ ട്രഡീഷൻസ്, ഹിസ്റ്ററി, അങ്ങനെ പലതും. ഇന്ന് നമ്മൾ ജിഞ്ചർ മീഡിയ വന്നിരിക്കുന്നത് ടു നോ അബൌട്ട് ദ പീപ്പിൾ, പ്രിൻസിപ്പിൾസ് ആൻഡ് ലെഗസി ഓഫ് എ ബ്രാൻഡ്, കെൻസാർ TMT സ്റ്റീൽ ബാർസ്. നമ്മുടെ പുതിയ ഷോ ആണ് എ ഡേ വിത്ത് ആൻ ഓൺട്രപ്രനർ, ആൻഡ് ഹിയർ വി ആർ ടു മീറ്റ് അവർ ഗസ്റ്റ്. നമ്മുടെ ഡേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗസ്റ്റിന്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് തന്നെയാണ്. ആൻഡ് ടുഡേ ഇൻ ഡേ വിത്ത് ആൻ ഓൺട്രപ്രനർ നമ്മുടെ കൂടെയുള്ളത് CEO ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് കെൻസാർ TMT സ്റ്റീൽ, ഷഹദ്. Come on, let's see. Hello ഷഹദ്. Hello, welcome to Soul. This is Soul Wellness. ഇവിടെ ആണ് ദിവസത്തിലെ റഷ് തുടങ്ങുന്നത്. ആൻഡ് മീറ്റ് മൈ ട്രെയിനർ യദുകൃഷ്ണ, ഓൾസോ നോൺ ആസ് സൗത്ത് പോസ്റ്റ് ഷമീർ, ആലപ്പുഴ ജിംഖാനയിലുള്ള കൊച്ചി ഷമീർ. സെലിബ്രിറ്റി ട്രെയിനർ ആണ്, സെലിബ്രിറ്റി ട്രെയിനർ ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇന്ന് മോർണിംഗ് വർക്ക്ഔട്ട് സെഷൻസ് ഒക്കെ കഴിഞ്ഞോ? ഓൾ ഓവർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൽനസ്, ഒരു കുറച്ച് കൂടുതൽ മീൻസ് നിങ്ങൾ ബോഡി ബിൽഡിങ്ങിനേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളുടെ കണ്ടത് വേറെ ആക്ടിവിറ്റീസ് ആണ്. ചോദിച്ചത് it's more like we are trying to bring out a movement culture. There are people who does bodybuilding, അങ്ങനെ hypertrophy training. ഇവിടെ we have എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ മോസ്റ്റ്ലി ഫോക്കസ്ഡ് ഓൺ ഒരു വെൽനെസ്, ലൈക്ക് ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി ഫിറ്റ്നസ് മാറ്റുക എന്നുള്ള ഉദ്ദേശം. ട്രൈങ് ടു ബിൽഡ് എ ഹാബിറ്റ്, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഫിറ്റ്നസ് എല്ലാം പോലെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫീൽസ് ലൈക്ക് ഹോം എന്നുള്ളത്. ഫീൽസ് ലൈക്ക് ഹോം, ഇറ്റ്സ് മോർ ലൈക്ക് ഹോം, കാം, പീസ്ഫുൾ, റിലാക്സ്. ഒരു നിങ്ങൾ സാധാരണ ജിമ്മിൽ കാണുന്ന ഒരു അഗ്രസീവ്നെസ് വി ഡോണ്ട് ഡു ദാറ്റ് ഹിയർ. നമുക്ക് ലെറ്റ്സ് സിറ്റ് ആൻഡ് ടോക്ക്. ഞാൻ മാറ്റ് എടുക്കാം. സ്റ്റീൽ എംപയർ അല്ലെങ്കിൽ ഇൻഡസ്ട്രി റൺ ചെയ്യുമ്പോൾ ഇത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിസിപ്ലിൻ, ഈ വർക്ക്ഔട്ട് ഡിസിപ്ലിൻ ഒക്കെ? അത് നോട്ട് ജസ്റ്റ് ഈ ഒരു സ്റ്റീലിന്റെ എംപയർ എന്നല്ല, ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ടു
ഓൺടർപ്രണേഴ്സ് ലൈഫിലൊരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഒരു മോർണിംഗ് രാവിലെ ഫിറ്റ്നസ് ആയിട്ടും അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ആയിട്ട് ശരീരത്തിനൊരു മൂവ്മെന്റ് ഒക്കെ വരുമ്പോഴാണ് ഒരു മോട്ടിവേറ്റഡ് ആവുന്നത്. My day starts from here. I used to wake up at 6, get ready ഒരു 6:30 ആവുമ്പോൾ I'll be here at gym. വർഷങ്ങളായി, കുറച്ചധികം വർഷങ്ങളായി ഞാൻ ഫിറ്റ്നസ്സിലേക്ക് ഇറങ്ങിയിട്ട്. ഈ വർഷങ്ങളായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇതെന്താണ് സംഭവം? ഇതൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ട്രാൻസ്ഫോർമേഷൻ. ഇത് എത്ര കിലോ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്? I was 135 kg. And now? Now I am 80. 80. Okay, 135 ന്ന് 80 വരെയും നല്ല പണി കൊടുത്തിട്ടുണ്ടാവും. അതെന്തായിരുന്നു? 55 കിലോ ആണ് ഞാൻ കുറച്ചത്. അപ്പോൾ ദാറ്റ് വാസ് ഇൻ 2013 ആക്ച്വലി. ഇപ്പം ഓൾമോസ്റ്റ് 12 വർഷത്തിലേക്കായി. അപ്പോൾ ഒരു വർഷം കൊണ്ടാണ് തടി കുറച്ചത്. ഒരു വർഷം കൊണ്ട് ഈ ഒരു ചേഞ്ച്? ഒരു വർഷം കൊണ്ട് തടി കുറയ്ക്കാം. നമ്മൾ ഒരു സിസ്റ്റമായ പ്ലാനിങ്ങും ഭക്ഷണ രീതികളും വ്യായാമ രീതികളും ഉണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് തടി കുറയ്ക്കാം. പക്ഷേ തടി ഒരു വർഷം കൊണ്ട് കുറയ്ക്കുന്നതിലല്ല, അത് കഴിഞ്ഞ് ആ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നെ 12 വർഷം ഐ ഹവ് ബീൻ കൺസിസ്റ്റന്റ്. I go to gym every day. Not if there is no gym, travel ചെയ്യുകയാണെങ്കിൽ I try to move, I try to run, do something, just move. That's what I want to say. ഈ 55 കിലോ കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ബോഡി വെയിറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഷഹദ് കുറച്ചിരിക്കുന്നത്. അപ്പൊ ആ സമയത്തെ ഒരു ഫീൽ എന്തായിരുന്നു ആക്ച്വലി? That was huge actually. ആ ഒരു ചേഞ്ച് എനിക്കെന്നും ഞാൻ എന്നും ആഗ്രഹിച്ചത് ഒരു ടക്കിൻ ചെയ്തിട്ട് ഒരു ഫോർമൽ ഷർട്ട് പാന്റ് ടക്കിൻ ചെയ്ത് ബെൽറ്റ് ഒക്കെ ഇട്ട് ഒരു ഫോർമൽ ഷൂ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഇവന്റിലേക്ക് പോവുക, ഒരു ഷൂട്ടപ്പ് ചെയ്തിട്ട് ഒരു മീറ്റിംഗിലേക്ക് പോവുക. അതൊക്കെ ആയിരുന്നു ആക്ച്വലി എന്റെ ഡ്രീം. ആൾക്കാർ പറയും, എന്റെ പല ആൾക്കാർ വലിയ ഡ്രീം എന്ന് പറയുന്നത് എന്റെ രണ്ടേ ഡ്രീം, ഒന്ന് 2 ഡിജിറ്റ് വെയിറ്റ് സ്കെയിലിൽ കാണുക എന്നുള്ളതും പിന്നെ ഒന്നിങ്ങനെ ഒരു മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് കെൻസയെ പ്രതിനിധീകരിച്ച് എവിടെയും പോകുമ്പോൾ ഇങ്ങനെ പോവാന്നൊക്കെ ഉള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെ, അപ്പൊ അതായിരുന്നു എന്നെ സംബന്ധിച്ചൊരു വിൻ. അപ്പൊ ആദ്യം ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ജയിച്ചാല് എനിക്ക് ബ്രാൻഡിന് വേണ്ടിയിട്ടോ കമ്പനിക്ക് വേണ്ടിയിട്ടോ എൻ്റെ ഗ്രൂപ്പിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും സോളും വന്നിരിക്കുന്നത്. സോള് ആക്ച്വലി ഫിറ്റ്നസ്സിലേക്ക് വന്ന സമയത്ത് എന്നും ഒരു തോട്ട് ഉണ്ടായിരുന്നു, ഒരു ഫിറ്റ്നസ് സെന്റർ, ഒരു വെൽനസ് സെന്റർ. ഞാൻ ഈ 10 വർഷമായിട്ട് ഒരുപാട് ഫിറ്റ്നസ് സെന്ററിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്, റണ്ണിങ്ങിന് ട്രാക്സിൽ പോയി ഓടാറുണ്ട്. അങ്ങനെ എല്ലാം കണ്ടതിൽ ഐ ഫെൽ ദാറ്റ് ഇതിലെല്ലാം കണ്ടതിൽ ഒരു മികച്ചത് അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട ഒരു സാധനം നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ കോഴിക്കോട് ഒന്ന് കൊണ്ടുവരണം എന്നുള്ളത്. സോ നൗ വി ഹാവ് വൺ ഇൻ കാലിക്കറ്റ് ആൻഡ് വൺ ഇൻ കൊച്ചി. കൊച്ചിയിൽ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന എൻ്റെ ഫെലോ പാർട്ട്നേഴ്സ് റാഹിബ്, ഓൾസോ നോൺ ആസ് ഭീകരൻ. പുള്ളിന്റെ ബ്രദർ ഉണ്ട് റമീസ് ആൻഡ് സിനേക്കർ, ഹിസ് ഓൾസോ ഫ്രണ്ട്. നമ്മൾ 4 പേരും തുടങ്ങിയ പ്രൊജക്റ്റ് ആണ്. സോ ഇറ്റ്സ് a wellness center, calm, peaceful, smooth wellness center. I think we should move on to our next routine കാര്യങ്ങളിലേക്ക്. വീട്ടിലെല്ലാവരും ഒന്ന് കാണണം, ഓഫീസിലേക്ക് ഒന്ന് പോകണം. Yes. So we are moving to the next spot. Let's go. Let's go. Come. അപ്പോൾ സ്ട്രെയിറ്റ് ഫ്രം ജിം ഞാനിപ്പോൾ ഷഹദിൻ്റെ വീട്ടിലേക്കാണ് എത്തിക്കുന്നത്. കെൻസ ഫാമിലി ഫുള്ളായിട്ടുള്ള ഒരു വീട്. അപ്പോൾ എനിക്കിന്ന് വന്നപ്പോൾ ഇന്ന് ഭയങ്കര ലൈവ്ലി ആയിട്ട് തോന്നി വീട്, കുട്ടികളും എല്ലാവരും കൂടെ ആയിട്ട്. നമ്മളപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന ഷഹദിൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഉപ്പായുടെ എങ്ങനെയാണ് ഷഹദ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡേ? ഞാനിവിടെ ഒരു കേൾവി എനിക്കുണ്ടായി, നിങ്ങളെല്ലാവരും എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ ഹാജർ വയ്ക്കുന്ന ആളാണ് ഉപ്പ എന്ന്. അങ്ങനെയാണോ? ഓഫീസിലാണെങ്കിലും ആദ്യം ഉപ്പയാണ് എത്തുക. ഞാൻ കുറച്ച് ഞങ്ങൾ കോർപ്പറേറ്റ് സ്റ്റൈലിലാണ് പോകുന്നതെന്നാണോ? 9 മണിക്ക് എത്തണം, ഉപ്പ 8:30 എത്തും. ഇവര് പറഞ്ഞാല് 9 മണിക്കുള്ളത് ഇവര് 10:30-11 മണിക്ക് എത്തുള്ളൂ. ആ ഒരു ശീലാണ്, കാരണം പ്രോംപ്റ്റ് ആയിട്ടില്ല. അതാ അതിന്റെ ഇവരെല്ലാവരും മേച്ചോണ്ട് പോകുന്നത്. പുതിയ ജനറേഷൻ അങ്ങനെ തന്നെ, കുട്ടികള് സമയത്ത് വരില്ല. കാരണം ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോ കറക്റ്റ് സമയത്ത് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അല്ല, അതില് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ എൻ്റെ
വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ എന്തായാലും കുറച്ച് സമയങ്ങളൊക്കെ കഴിയുമ്പോൾ, പക്ഷെ കാര്യങ്ങളെല്ലാം രാവിലെ ഷെഡ്യൂൾ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് രാവിലെ ഈ പറഞ്ഞ 10 മണിയാകുമ്പോഴത്തേക്കും ഫോണും എയർപോർട്ടും കണക്ട് ചെയ്തിട്ട് പണി അതിന്റെ വഴിക്ക് തുടങ്ങും. വർക്ക്ഔട്ടിന്റെ ഇടയിലൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്റെ കോൺസെപ്റ്റിൽ എപ്പോഴും അലേർട്ട് ആൻഡ് ആക്റ്റീവ്, അത് എന്നെ സമയത്തിലുപരി എനി ടൈം യു ഷുഡ് ബി അവൈലബിൾ എന്നാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ ആദ്യം മുതലേ ഞാനും ഞങ്ങളുടെ പാർട്ട്ണറും കൂടി കറക്റ്റ് എപ്പോഴും സ്റ്റാഫുകളൊക്കെ വരുന്നതിൻ്റെ ഏറ്റവും മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ ഹാജരാകും. പോകുന്നതോ സ്റ്റാഫെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകുന്നതോ. അങ്ങനെയാണ് നമ്മൾ. അതാണ് നിങ്ങളുടെ വിജയം എന്നുള്ള ഒരു തോട്ടും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവൂല്ലേ? അതിലും ഉപരി എടുത്തു പറയാന് നമ്മുടെ ഓഫീസില് മെസ്സ് ഉണ്ട്, ഭക്ഷണ സൗകര്യങ്ങളുണ്ട് സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും. 10-25 ചാക്ക്. ഇപ്പോഴാണ് രാവിലെ ഫിഷ് മാർക്കറ്റിൽ പോവുക, ഫിഷ് വാങ്ങാൻ അവർക്ക് എല്ലാവർക്കും ഉള്ള. അത് ഞങ്ങള് ഏറ്റവും നല്ല ഫിഷ് നോക്കിയിട്ടും അവരുടെ ഒന്ന് കേടുവരാത്ത ഫിഷ് നോക്കിയിട്ടാണ് നമ്മൾ ഇവർക്ക് എല്ലാവർക്കും നമ്മളും സ്റ്റാഫും ഒന്നിച്ച് കഴിക്കുന്ന ഒരേ മാതിരി ഫുഡാണ്. അത് കൊള്ളാലോ. അത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു മുതലാളി സ്റ്റാഫിന് എല്ലാവർക്കും ഉച്ചയ്ക്ക്, അത് ഭയങ്കര രസമുണ്ട് കേട്ടോ കേൾക്കാൻ. തുടക്കം മുതലേ അങ്ങനെ തന്നെ ആണല്ലേ? അപ്പൊ ഞാനിങ്ങനെ കേട്ട് നിങ്ങൾ അറിയപ്പെട്ടിരുന്നത് BM സ്റ്റീൽസ് എന്നാണ് ആദ്യം. നിങ്ങളുടെ ഈ BM സ്റ്റീൽസിൽ നിന്ന് കെൻസയിലേക്കൊക്കെ വന്നത് ആ ഒരു യാത്ര, അത് ഓർത്തെടുക്കാൻ. ഞാനും ഞങ്ങളുടെ പാർട്ട്ണറും കൂടിയിട്ട് വളരെ കഷ്ടപ്പെട്ട വിധത്തിൽ വന്ന ഞങ്ങളൊക്കെ BM സ്റ്റീലിൽ വന്നത് പറഞ്ഞാൽ ഞങ്ങൾ ലോറിയിൽ വരെ യാത്ര ചെയ്തിട്ടില്ല. ചരക്കായിട്ട് ബാംഗ്ലൂർക്ക് ലോറിയിൽ പോയി അതിലിരുന്നിട്ട് ലോറിയിൽ പോയിട്ട് അവിടുന്ന് സാധനം ഇറക്കിയിട്ട് തിരിച്ച് ക്യാഷ് വാങ്ങിയിട്ടും കൂടി തിരിച്ചു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കെൻസ ഒരു ഡിഫറെന്റ് ആണ്. ഇപ്പം പെട്ടെന്ന് മക്കളുടെ എല്ലാവരും പേരാണോ? അല്ല അത് ഞങ്ങൾക്ക് ഒരു അറബിയൻ വീടാണ്. അപ്പൊ ഞങ്ങള് കുറെ ആലോചിച്ച് നമ്മുടെ ബ്രദർ ഇങ്ങനെ പേര് സജക്ട് ചെയ്തു. നമുക്ക് എല്ലാവർക്കും ഓക്കെ ആയി. അങ്ങനെയാണ് കെൻസ ആ പേര് വന്നിട്ടുള്ളത്. ഷഹദ് ഇപ്പം ഉപ്പാടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഇൻറ്റു ബിസിനസ് എത്ര നാളായി? ഉപ്പാടെ കൂടെ 2012 ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് 13 years പ്ലസ് ആയി. 13 to 14 years ആയി ബിസിനസ്സിൽ. തുടക്കകാലത്ത് തന്നെ ഉപ്പാക്ക് ഏറ്റവും നിർബന്ധം ഇതിന്റെ ഏറ്റവും ബേസായ കാര്യങ്ങൾ പഠിക്കാന്നുള്ളതാണ്. അപ്പം നമ്മളെ ഗ്രൂപ്പിലെ ഏറ്റവും വലിയൊരു വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചെയർമാന്റെ മകനായതുകൊണ്ട് വന്ന പാടെ അവിടെ ഡയറക്ടറാക്കിയോ എക്സിക്യൂട്ടീവ് ഡയറക്ടറാക്കിയോ അങ്ങനെ ഒരു റോളൊന്നും. അപ്പോൾ ഏറ്റവും നിർബന്ധം കമ്പനീന്റെ ഫ്രണ്ട് ഫേസ് അല്ലാതെ ഏറ്റവും പുറകിൽ നിന്ന് തുടങ്ങുക. അതാദ്യം ബില്ല് എഴുതുന്നത് എങ്ങനെയാന്ന് പഠിപ്പിക്കുക, ചെക്ക് എഴുതുന്നത് എങ്ങനെയാ പഠിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ റോ മെറ്റീരിയൽ സോഴ്സിങ്ങിനുള്ള, അതായത് അതിന്റെ യാർഡുകളിൽ പോയി യാർഡിൽ ഫിസിക്കലി നിന്ന് സൂപ്പർവൈസ് ചെയ്യുക. അങ്ങനെ ഫ്രം ദ വെരി ബേസ് സ്കോർ. എനിക്ക് തോന്നുന്നു മറ്റേ വാച്ച്മാന് തൊട്ട് മേലുള്ള തസ്തികയായിരുന്നു എനിക്ക് ആദ്യം. ഈ പറഞ്ഞു വന്നപ്പോഴേ നമ്മളൊരു സിനിമയ്ക്കകത്തൊരു ഡയലോഗ് ഉണ്ട്. ടോവിനോ പറയുന്നതാണ്, അച്ഛൻ്റെ ബിസിനസ് കിട്ടാൻ എളുപ്പമാണ്, പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാടുന്നത്. അപ്പം ഞാൻ ഈ പ്രോസസ്സിൽ കൂടെയൊക്കെ കടന്നു വന്ന് ഇപ്പം യു ആർ റൈറ്റ് എന്നെ എന്താ പറയണ ഒരു വെരി വാലിഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇതിനോട് എന്ത് പറയണം? ഞാൻ ഈ ചോദിച്ചൊരു ചോദ്യം, ഇത് അച്ഛൻ്റെ ബിസിനസ് കിട്ടാൻ എളുപ്പമാണ്, അത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ഷഹദിനെ നോക്കുമ്പോൾ എന്താണ് ഷഹദിന് പറയാനുള്ളത്? ഇപ്പം ഞാൻ ആണ് സെക്കൻഡ് ജനറേഷനിൽ ആദ്യം വന്ന ആള്. ഇപ്പൊ 2012 ഞാൻ ജോയിൻ ചെയ്ത് ഇപ്പൊ 2025 നിൽക്കുമ്പോൾ നമ്മൾ മോർ ദാൻ 125% ഓഫ് ഗ്രോത്ത് ആണ് കെൻസക്ക് ഉണ്ടായത്. സോ ഐ ഫീൽ പ്രൗഡ് നോട്ട് ജസ്റ്റ് അബൌട്ട് മൈ സെൽഫ്, ആ ടീം, എനിക്ക് മാനേജ്മെന്റ് തന്ന സപ്പോർട്ട്. ഇപ്പൊ നമ്മൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് കളിയാക്കി പറയും എപ്പോഴും, ഓടുന്ന വണ്ടിയിൽ കയറിയ ആൾക്കാരല്ലേ എന്നുള്ളത്. പക്ഷെ ഞാൻ പറയും അതിന്, ഓടുന്ന വണ്ടിയിൽ കയറിയതാണെങ്കിൽ ഇന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ച് ആ സഞ്ചരിക്കുന്ന വണ്ടി മാറുകയും ചെയ്ത്. അപ്പോൾ ദാറ്റ് വാസ് ദി ഗ്രോത്ത്, ദാറ്റ് വാസ് ദി സക്സസ് വിച്ച് വി ഹാഡ്. ബട്ട് സ്റ്റിൽ ഗോയിങ് ത്രൂ ദാറ്റ്. ഇനി ഇപ്പോഴും യാത്രയിലാണ്. കെൻസ എന്ന് പറഞ്ഞ ബ്രാൻഡ് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന മുഖം, മീൻസ് നിങ്ങളെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, മമ്മൂക്കയാണ്. നിങ്ങളുടെ ബ്രാൻഡിലേക്ക് അത് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു മമ്മൂക്ക വരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ മീറ്റ് ചെയ്തതോ എങ്ങനെയായിരുന്നു അപ്രോച്ച്? ആക്ച്വലി നമ്മൾ മമ്മൂക്കാനെ മീറ്റ് ചെയ്യുന്നത് 2022 അപ്പോൾ ഞാനും ഉപ്പയും അതുപോലെ നമ്മുടെ മാനേജിങ് ഡയറക്ടർ മുജീബ് ഖാൻ നമ്മൾ ഒരുമിച്ച് പോയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ മമ്മൂക്ക ഷൂട്ടിന്റെ സെറ്റിലാണ് പോകുന്നത്. അപ്പോൾ ആദ്യം മമ്മൂക്കനെ ഞാൻ ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. ആദ്യമായി കാണുന്നത് ഈ സെറ്റിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ജോർജ് ചേട്ടനെ വിളിച്ചു, ടൈം അപ്പോയിൻമെൻ്റ് എടുത്ത് നേരിട്ട് കാണാൻ പോകുമ്പോൾ ഒരു
നമ്മളെപ്പോഴും പറയല്ലോ ദ ഓറ വിച്ച് ഹി ഹാസ് എന്നുള്ളത്. പുള്ളി ഇറങ്ങി നടന്നു വരുമ്പോ ആ ഒരു ബ്രൈറ്റ്നെസ്, ആ ഒരു പ്രൗഡിയാണല്ലോ. പ്രൗഡിയാണ്. അതെ, അത് നിങ്ങളുടെ ആ ഒരു സ്റ്റീലിന്റെ ഒരു ചെയറിലല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്, അത് ഭയങ്കര. അത് ഇന്നലെ ഇപ്പൊ ഒരാൾ ചോദിച്ചു എന്നെ ഊരാളുങ്കൽ ഉണ്ടല്ലോ, ഊരാളുങ്കൽ അറിയില്ലോ അവിടെ. ഇപ്പൊ എന്നെ ഒരാൾ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ ഇത് ഇവര് മമ്മൂട്ടിനെ കമ്പിന്റെ മുകളിൽ എത്തിച്ച ആളാണ്, അങ്ങനെയാണ് അയാൾക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത്. മമ്മൂട്ടിന്റെ മുകളിൽ എത്തിയ ആളാണ് ഇവര്. അപ്പൊ മമ്മൂക്കനെ കണ്ട നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഓറയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബ്രൈറ്റ്നെസ് അത് ഭയങ്കരമായിരുന്നു. ഇപ്പൊ നമ്മളെന്നും പറയും ആക്ടർ ഓഫ് ഓൾ ജനറേഷൻസ്. അതായത് എന്നെ സംബന്ധിച്ച് മമ്മൂക്ക പോലെ ഒരു ബ്രാൻഡ് അംബാസഡർ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഐ ഹാഡ് എ ക്ലാരിറ്റി ഓഫ് ലൈക്ക് നമ്മള് കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കണം, നമ്മളെ ഓഡിയൻസ് എന്തായിരിക്കണം, ഞാൻ ഏത് ഓഡിയൻസിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പം ആ ഒരു ആക്ടർ ഫോർ ഓൾ ജനറേഷൻ എന്നുള്ളത് എന്നും ടേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ പുള്ളി പറയുന്ന പോലെ മലയാളികളെ എന്നും മറ്റേ അഹങ്കാരം എന്നൊക്കെ പുള്ളി പറയുന്ന വാക്കിനുള്ള വാല്യൂ. സോ വി വർ വെരി ലൈക്ക് ഹാപ്പി ടു അസോസിയേറ്റ് വിത്ത് ആ കാണേണ്ട ആ സിറ്റുവേഷൻ. ഡോറ സൈൻ ചെയ്തപ്പോഴൊക്കെ we had that proud feeling of associating with a bigger brand. അപ്പോൾ മമ്മൂക്ക കെൻസ ഒരു ടൈമിൽ എത്തി we need to elevate, അല്ലെങ്കിൽ നമുക്ക് മുകളിലേക്ക് ബ്രാൻഡ് അപ്ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ we need a face and that should be not just a face, it should be the best in the industry. ഇത് വലിയൊരു മാറ്റമല്ലായിരുന്നു, ഇത് ഉപ്പ ഓക്കെ ആയിരുന്നു. ഇത് പറഞ്ഞ മാതിരി മോൻ ന്യൂ ജനറേഷൻ കൊണ്ടുവന്ന ഒരു മാറ്റം. നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ഇത്ര എമൗണ്ട് മുടക്കി ചെയ്ത് നമുക്ക് അതിന്റെ റിട്ടേൺ കിട്ടുമോ, അത് നമ്മൾ അതിന്റെ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഞാൻ നമ്മളെ പാർട്ട്ണർ ഇങ്ങനെ അന്വേഷിച്ചപ്പം പാർട്ട്ണറിന് എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പാർട്ട്ണറാണ് മുജീബാണ് ഇത് ചെന്ന് നമുക്ക് നോക്കാമല്ലോ, അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ടിങ് തന്നത്. അതുകൊണ്ട് മാത്രം ആ ഇതിലേക്ക് പോയത്. പക്ഷെ മമ്മൂക്ക ഞങ്ങളായിട്ട് എല്ലാത്തും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തും നമ്മളെ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാറുണ്ട്. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, ഞാൻ ഇവിടെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ പല കാർ കളക്ഷൻ കണ്ടു, ഒരു BMW ബൈക്ക് കിടക്കുന്നത് കണ്ടു, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു ആക്സസ് സ്കൂട്ടർ ഇരിക്കുന്നത് കണ്ടു. അങ്ങയുടെ സിംപ്ലിസിറ്റിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വേണമെങ്കിൽ എനിക്ക് കാറ് വിളിച്ച് പോവാമെന്നായിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞത് താങ്കൾ ഇപ്പോഴും ആക്സസ് യൂസ് ചെയ്യുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഞാൻ സാധാരണ ടൗണിൽ ഒന്ന് പോകാൻ തന്നെ ആണെങ്കിൽ ഞാൻ വെറുതെ കാറായിട്ട് പോയിട്ടുള്ള എക്സ്പെൻസ് ചിലവാക്കേണ്ട ഓട്ടോന് പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പം സ്വന്തമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അധികം ആക്സസ് ആണ് അധികം ഉപയോഗിക്കാറ്. പിന്നെ ലോങ് പോകുമ്പോൾ മാത്രം കാറുകൾ ഉപയോഗിക്കാവുന്നുള്ളൂ. കാറ് വാങ്ങാൻ യോജിപ്പില്ല, കാരണം എത്ര എമൗണ്ട് ചെലവാക്കി ഇത്ര കാറ് വാങ്ങിക്കുന്നത്. മറ്റേ രണ്ടുപേരും ഓടുന്ന കാറും വാങ്ങിച്ചിട്ട് എന്തിനാ അത്ര ബുദ്ധിമുട്ടിക്കുന്നുള്ളതാണ് എൻ്റെ ഒക്കെ പേഴ്സണൽ അഭിപ്രായം. താല്പര്യം ഇല്ല. വീട്ടിലെ ഓരോരോ വണ്ടികളുടെ കാര്യം പറയുമ്പോൾ ഉപ്പ പറഞ്ഞോന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. 95 ഞങ്ങൾ കാർ എടുക്കുന്നത്. 1980s തൊട്ട് ഉപ്പായ്ക്ക് ബിസിനസ് ഉണ്ട് അല്ലെ, 1980. അപ്പൊ നിങ്ങളുടെ ഒരു കാർ ജേർണി ഇപ്പൊ ഐ ക്യാൻ സീ ലോട്ട് ഓഫ് കളക്ഷൻസ് ഓവർ ദെയർ. നിങ്ങളുടെ ഒരു കാർ ഹിസ്റ്ററി ഉണ്ടല്ലോ കെൻസ ഫാമിലിയുടെ, അതെന്താണ് ശരിക്കും? എനിക്ക് ചെറുപ്പം മുതലേ വണ്ടികളോട് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ആദ്യമായി ഫസ്റ്റ് കാണുന്നത് നമ്മളെ ഒരു മാരുതി ഒമിനി ആയിരുന്നു ആദ്യത്തെ വണ്ടി. അപ്പോൾ അതന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 5-ാം വയസ്സ് 6-ാം വയസ്സൊക്കെ ആകുമ്പോഴാണ് ആദ്യത്തെ കാറ് കാണുന്നത്, നമ്മൾ വാങ്ങുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരുപാട് കളക്ഷൻ ഒന്നുമില്ല, കളക്ഷൻ എന്ന് പറയത്തൊക്കെ ഒന്നുമില്ല. ഇഷ്ടപ്പെട്ട കുറച്ച് വണ്ടികളുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന. എനിക്ക് കുറച്ചും കൂടിയും ഒരു നമ്മളെ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫോമൻസിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വണ്ടികളുണ്ട്, അല്ലാണ്ട് നോട്ട് എ ബിഗ് കൈൻഡ് ഓഫ് കളക്ഷൻ. ഓഫീസ് സ്പേസ് ഒന്ന് കാണണം. പോവാം നമുക്ക് ഓഫീസ് പോയിട്ട് വെരി ഇൻട്രസ്റ്റിംഗ്. ഞാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ഓഫീസിൽ. കെൻസയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ജേർണി ഒക്കെ സംസാരിച്ചെങ്കിലും ഞാൻ പ്രൊഡക്ട്സിന്റെ കാര്യം എടുത്തൊന്നും ചോദിച്ചില്ല. GMT സ്റ്റീൽ വാൾസ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ കേരളത്തിന്റെ പല ടെറൈൻസ് ആവുന്നത് കൊണ്ട് തന്നെ ഈ ഡിഫറൻഷിയേഷൻ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ സ്റ്റീൽസിൽ തന്നെ അല്ലെ, കൊറോഷൻ റെസിസ്റ്റന്റ് അങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും നമുക്ക്? അതെ, അത് ആക്ച്വലി കേരളത്തിന് അനുയോജ്യമായ ക്വാളിറ്റിയിലാണ് കെൻസ മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മളെന്നും തുടക്കം മുതൽ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. നമ്മൾ
വി ആർ ലൈക്ക് എ ബ്രാൻഡ് ഫ്രം കേരള. Yes. സോ കേരള മാർക്കറ്റിൽ എന്താണ് ആവശ്യം തിരിച്ചറിഞ്ഞ് കേരളത്തിലുള്ള കാലാവസ്ഥകൾ തിരിച്ചറിഞ്ഞ് there are different terrains in കേരള. മലയോര പ്രദേശങ്ങൾ, കടലോര പ്രദേശങ്ങൾ, കായൽ തീരങ്ങൾ, അങ്ങനെ പല ടെറൈൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അപ്പം ഓരോ ടെറൈൻസിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. അപ്പൊ അതിന് എന്ത് ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റിന് വേണ്ടിയത്, എന്ത് അഡീഷണൽ ഫീച്ചറാണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ബെനിഫിറ്റ് സ്റ്റീലിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ചേഞ്ച് സ്റ്റീലിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ മീൻസ് ഈ അങ്ങനെ ഒരു ശരിക്കും നമ്മൾ സ്റ്റീലിൽ അങ്ങനെ ഡിഫറൻസിയേഷൻ വരുന്നില്ല. അങ്ങനെ നമുക്ക് 2 പ്രൊഡക്ട്സ് ഉണ്ടോ? ഇപ്പൊ കെൻസയുടെ അണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊറോഷൻ റെസിസ്റ്റൻസ് സ്റ്റീൽ ബാർസ്. ആക്ച്വലി കെൻസയിൽ എല്ലാ പ്രൊഡക്റ്റും കൊറോഷൻ റെസിസ്റ്റന്റ് സ്റ്റീൽ ബാർസ് ആണ്. കൊറോഷനെ ചെറുക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മൾ കെമിക്കലി ചെക്ക് ചെയ്യുമ്പോൾ ആ തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഇൻഗ്രീഡിയന്റ് കെൻസ ഇംപ്ലിമെന്റ് ചെയ്യും. വീടാണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിലെ പ്രധാന കാര്യമാണ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലേ? വളരെ സത്യം. ആക്ച്വലി വീടെന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയും, വീടെന്നത് ഒരാളെ സ്വപ്നമാണ്. വീടെന്നത് നമ്മുടെ ഒരു സ്പേസ് ആണ്, പേഴ്സണൽ സ്പേസ് ആണ്. നമ്മുടെ സന്തോഷങ്ങളും കളിച്ചിരികളും ഒക്കെ ഉള്ള. നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരാളെ ജീവിതത്തിൽ അയാളെ ഏറ്റവും വലിയ സമ്പാദ്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ജീവിതത്തിൽ ഒരു സ്പെൻഡ് വരുന്ന, ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു സ്ഥലമാണ് വീട്. അത്രയും കെയർഫുൾ ആയിട്ടാണ് ഇന്നത്തെ ജനറേഷൻ ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് വിച്ച് ഇസ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ്, വിച്ച് ഇസ് ദ ബെസ്റ്റ് ബ്രാൻഡ്, വിച്ച് ഇസ്. സോ ഐ മെയ്ഡ് ഷുവർ വി ആർ അപ് ടു ദ സ്റ്റാൻഡേർഡ്സ്. ലൈക്ക് കേരളത്തിലുള്ള ജനങ്ങളെ സ്റ്റാൻഡേർഡ്സ് അത്രത്തോളം ഉയർന്നതാണ് ഇപ്പൊ. അപ്പൊ അതില് എത്തിപ്പെടുന്ന ഒരു ബ്രാൻഡായി കെൻസയ്ക്ക് മാറാൻ പറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബിഗ് തിങ് ഫോർ അസ്. കേരളത്തിന്റെ വികസനത്തിന്റെ പങ്ക് വഹിക്കാൻ ഞങ്ങളെ ബ്രാൻഡിന് സാധിക്കാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സംതിങ് മോർ ദാൻ, അല്ലെങ്കിൽ ഒരു മോണിറ്ററി ബെനിഫിറ്റ്സിനോ എന്തിനും ഉപരി നമ്മൾ സഞ്ചരിക്കുന്ന ഈ പാലം നിർമ്മിച്ചതിന്റെ ഇതിന്റെ ഒരു ഭാഗം കെൻസ ഉപയോഗിച്ചിട്ടാണ്. ഇത് ആക്ച്വലി പന്ന്യാങ്കര ഫ്ലൈ ഓവർ ആണ്. അപ്പൊ ഒരു ഭാഗം കെൻസ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതെ. അപ്പൊ ഞാൻ ഡെയിലി ഓഫീസിൽ യാത്ര ചെയ്യുമ്പോൾ ഇതില് വരുമ്പം ഐ ഹാവ് ദിസ് ഫീലിംഗ് ആക്ച്വലി, അതായത് this is something huge, so I have to be more careful, I have to be up to that standards. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഇന്റർനാഷണൽ ക്വാളിറ്റി ബ്രാൻഡിന് കൊണ്ടുവരണം. അപ്പം ഐ മേക്ക് ഷുവർ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തി എന്നുള്ളത്. ഐ തിങ്ക് വി ഹാവ് റീച്ച്ഡ് അവർ ഓഫീസ്. അപ്പൊ നമ്മള് കെൻസയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ വന്നേക്കും അല്ലേ? ഇതാണ് ഒരു സ്പെഷ്യൽ പ്ലേസ് പറഞ്ഞത്. അതെ, തറവാടാണ് നമ്മളെ. ഞാൻ ജനിച്ച, എന്റെ ഉപ്പ ജനിച്ച തറവാടാണ്. 200 വർഷത്തെ പാരമ്പര്യോ? അത് ഈ തറവാട്, ഇത് പാലക്കണ്ടി എന്ന് പേരുള്ള നമ്മളെ തറവാടാണ്. ആ തറവാട് ആണ് പിന്നെ ഓഫീസായി മാറിയത്. കാലക്രമേണ ഇങ്ങനെ എല്ലാരും ഫാമിലിയിൽ നിന്ന് എല്ലാരും മാറിയപ്പോ ഉപ്പയും ബ്രദേഴ്സും കൂടി ഏറ്റെടുത്ത് പിന്നെ അത് കെൻസയുടെ കോർപ്പറേറ്റ് ഓഫീസാക്കി മാറി. ഒരു ഹിസ്റ്ററി വാൾ കോൺസെപ്റ്റിലാണോ അത് ഇവിടെ തൊട്ടുണ്ടല്ലോ? തുടക്കം ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു എന്നുള്ളത്, ഒരു LML വെസ്പ. എങ്ങനെ ത്രൂ ഔട്ട് കെൻസാസ് ഹിസ്റ്ററി, where we are, what we have achieved, a factory, അങ്ങനെ എല്ലാം വെച്ചിട്ടൊരു ചെറിയൊരു ആർട്ട് വർക്ക് ചെയ്തതാണ്. പക്ഷെ ഉപ്പാക്ക് നിർബന്ധം ഇത് ആ സ്റ്റൈലിൽ, ആ ചാമല്, ആ ട്രഡീഷണൽ രീതിയിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളത്. ഉപ്പ എപ്പോഴും പറയും, ഇനി എത്ര കാലം കഴിഞ്ഞാലും എത്ര സമയമായാലും ഐ വിൽ ബി ഹിയർ, ഐ വോണ്ട് ടു ബി ഹിയർ എന്നുള്ളത്. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി നിങ്ങൾ പ്രിസർവ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഈ ഓഫീസും ഈ തറവാടും. താങ്ക് യു. I'll show you around. Come. This is മുജീബ് ക, കമ്പനിയുടെ MD ആണ്. നമ്മള് രാവിലെ സാറ് പറഞ്ഞ് കേട്ടിരുന്നു സാറിനെ പറ്റി. ഇത്രയും വർഷം ഒരു പാർട്ണർഷിപ്പ് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. 1991 BM സ്റ്റീൽസ് എന്ന് പറഞ്ഞൊരു ട്രേഡിംഗ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തതാണ്. അന്നിന് മുതലേ ഞങ്ങളുടെ പാർട്ണർഷിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഞങ്ങൾ ഓരോരോ ഗ്രാജുവലായിട്ട് ഓരോ ഫാക്ടറികളും ട്രേഡിങ്ങുകളും ഇങ്ങനെ ഗ്രോത്തായി വന്നതാണ്. ഫാക്ടറികളും പിന്നെ ട്രേഡിങ്ങായിട്ട് വന്നു. അങ്ങനെ വന്ന് അതിലൊക്കെ ഞങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിൽ എന്താ വെച്ചാൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറില്ല. ഞങ്ങൾ തമ്മിലുള്ള ഒരു വിശ്വാസമാണ് ഇതിൽ മുൻകരുതൽ. മുൻകൂട്ടി എന്തുണ്ടെങ്കിലും ഡിസ്കഷൻ നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ട് എന്തൊരു തീരുമാനം എടുക്കുള്ളൂ. അതിൽ എന്തെങ്കിലും ഫ്ലോപ്പ് വന്നാൽ 2 കൂട്ടരും അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നിങ്ങളുടെ സക്സസ് ഫോർമുല എന്ന് പറയുന്നത് അതെ സക്സസ് ഫോർമുല തന്നെയാണ് പരസ്പര വിശ്വാസം. ആ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മളെ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു
വിജയം. പക്ഷെ അതേപോലെ തന്നെ എനിക്ക് ആശ്ചര്യം വേറൊരു കാര്യം, നിങ്ങളുടെ രണ്ടുപേരുടെയും രണ്ട് ഫാമിലിയും ഈക്വലി ഇൻവോൾവ് ആണ് ഈ ബിസിനസ്സിൽ. അപ്പൊ അത് അങ്ങനെ ഒരു തലത്തിലും കൂടി കൊണ്ടുപോകാന്ന് പറയുന്ന വലിയൊരു വിജയം തന്നെയാണ്. അപ്പൊ അതിനെ പറ്റിയും ഒന്ന് പറയോ? അത് ഞങ്ങള് വളർന്നു വന്ന സാഹചര്യത്തിൽ കൂടിയാണ്, വളരെ കഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ വന്നൊരു ഡെവലപ്പ് ആയതിനു ശേഷമാണ് നമ്മളെ ഫാമിലി ഇതിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഞങ്ങളെ ആ പാത പിന്തുടർന്ന് വരണമെങ്കിൽ ഞങ്ങളെ ഫാമിലികൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിനൊരു സക്സസ്ഫുൾ ആവുള്ളൂ. കാരണം ഞങ്ങളിങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളെ ഫാമിലിയിലെ ആൾക്കാർ ഒരു പ്രയാസപ്പെടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് അവരെ ഞങ്ങളെ കൂടെ ഓരോരുത്തർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ എൻ്റെ ഫാമിലിയുള്ളതും ബാബുവിൻ്റെ ഫാമിലിയുള്ള എല്ലാവരും ഞങ്ങളെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഞങ്ങളൊരു ബിസിനസ്സിൻ്റെ ഒരു നല്ലൊരു വിജയത്തിനൊരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. 35 വർഷമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ഒരു പേഴ്സണലി തോന്നുന്ന ഇതാണ് എൻ്റെ വലിയൊരു അച്ചീവ്മെന്റ്, കെൻസയുടെ BM സ്റ്റീൽസിന്റെ മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയില്ല, നമ്മുടെ എന്താ പറയുക നാഴികക്കല്ലായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒന്ന് എന്താണ്? ഞങ്ങൾ വന്ന വഴി മറക്കാതെ വന്ന വഴി കൂടി തന്നെ ഇങ്ങനെ വന്ന വഴി താഴോട്ടേക്ക് നോക്കിയിട്ട് തന്നെയാണ്, മുകളിലേക്ക് നോക്കിയിട്ടല്ല, താഴത്തേക്ക് നോക്കി പടിപടിയായിട്ട് വന്നതാണ്. നമ്മൾ ഓരോ ചുവടുപടി നോക്കുമ്പോഴും അത് സേഫാക്കിയിട്ടേ അടുത്ത ഘട്ടത്തിലേക്ക് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മൾ കെൻസെൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക ഒരു ടാസ്ക് ആയിരുന്നു അത്. പക്ഷെ എന്നാലും ഇപ്പം ഷാദിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ഷാദൊക്കെ ഇതിലേക്ക് കയറി വന്നതിന് ശേഷമാണ് ഇത് കുറച്ചും കൂടെ ഡെവലപ്പ് ആയിട്ട് വന്നത്. I'll show you my cabin. This is Akhtar, നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണ്. സെക്കൻഡ് ജനറേഷന്റെ ഒരാളും കൂടിയാണ്, പുതിയതായിട്ട് വന്ന ആളാണ്. ഈ ഒരു സ്പേസും ഈ ഒരു CUN എക്സിക്യൂട്ടീവ് സ്പേസും നല്ല രസമുണ്ട്. തറവാടിന്റെ തന്നെ ഭാഗം ഭയങ്കര ഭംഗിയായി. അതിൽ തന്നെ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ. ദിസ് വാസ് ആക്ച്വലി ആ ഡൈനിങ് ഹാൾ. നമ്മൾ പണ്ട് തറവാടായ സമയത്ത് ഇതൊരു ഡൈനിങ് ഹാളിന്റെ സ്പേസ് ആണ്. അന്ന് ഇങ്ങനെ ചെറിയ ടേബിളും ഇതൊക്കെ ഉണ്ടല്ലോ, വലിയ ഡിസൈൻ ഉള്ളതല്ല. അപ്പൊ അത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു റൂമാക്കി. സെക്കൻഡ് ജനറേഷനിലെ സെക്കൻഡ് പേഴ്സൺ ആണല്ലേ അക്തർ ഇങ്ങോട്ടേക്ക് കെൻസയിലേക്ക് വരാൻ. എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത് അക്തർ ഇവിടെ ഓഫീസിൽ? ശരിക്കും തുടക്കത്തിൽ വളരെയധികം ചാലഞ്ചിങ് ആയിരുന്നു ഇതിലേക്ക് വരുമ്പോൾ. കാരണം ഓരോ മെഷീനറീസും അത് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസിനെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോഴും സ്റ്റിൽ ഐ എം ലേണിംഗ്. അതിൻ്റെ ഒരു 10% അല്ലെങ്കിൽ ഒരു 15% പഠിച്ചെത്തിയിട്ടുള്ളൂ. ബട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനെല്ലാം നമുക്കുണ്ടായിരുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളെ പറഞ്ഞ ഫസ്റ്റ് ജനറേഷൻ തന്നെയാണ്. ഇത് പറഞ്ഞ നോളേജ് ഒന്നുമില്ലാതെ ഈ 10-30 കൊല്ലം അവർ ഈ പ്ലാന്റ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ യെസ് വി ഓൾസോ ക്യാൻ. പിന്നെ അതായിരുന്നു ഏറ്റവും വലിയ മോട്ടിവേഷൻ ഇതിലേക്ക് എത്തുമ്പോൾ തന്നെ. ഇപ്പൊ നമുക്ക് എത്ര യാർഡ്സ് ഉണ്ട് നിങ്ങളുടെ അണ്ടറിൽ? Kensa is one of the leading TMT brands with largest number of manufacturing plants. നമുക്ക് കോഴിക്കോടും പാലക്കാടുമായിട്ട് ഏകദേശം 7ഓളം മാനുഫാക്ചറിങ് പ്ലാന്റ്സ് ഉണ്ട്. 7 ഉണ്ട്. അതെ, അതിൽ 3 മെൽറ്റിംഗ് പ്ലാന്റ്സും ബാക്കി റോളിംഗ് പ്ലാന്റ്സുമായിട്ടാണ് ഉള്ളത്. അപ്പോൾ പാലക്കാടാണ് കൂടുതൽ പ്ലാന്റ്സ് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് 1000ഓളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു വലിയൊരു സ്ഥാപനം തന്നെയാണ്. ഒരു CEO എന്ന നിലയിൽ നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, രാവിലെ എങ്ങനെയായിരിക്കും നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുക? നിങ്ങളെ യോർ സെൽഫ് ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഈ ഒരു ഇത് കൊണ്ടുപോകണമെങ്കിൽ എന്താണ് നിങ്ങളുടെ ടെക്നിക്ക്? മോർ ദൻ ഹാവിങ് എ ബ്രെയിൻ സ്റ്റോം, കുറച്ചും കൂടി പ്ലാൻഡ് ആയിരിക്കും, കുറച്ചും കൂടി പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പോൾ അതായത് നാളെ എന്തായിരിക്കണം എന്നും അല്ലെങ്കിൽ മറ്റന്നാൾ എന്നായിരിക്കണം എന്നൊക്കെയുള്ള ഒരു പ്രിപ്പറേഷൻ എപ്പോഴും ചെയ്ത് നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അതിനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് വാട്ട് ഐ ഫീൽ ഇസ് ലൈക്ക് വെൻ ഇറ്റ്സ് റിട്ടൺ ഇറ്റ്സ് ഡോക്യുമെന്റഡ് ആൻഡ് ഇറ്റ് ഹാസ് എ പ്രൂഫ്. അപ്പോൾ അത് എഴുതി വെച്ചാൽ അത് എന്തായാലും ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഞാൻ അതിനെ പ്രിപ്പയർ ചെയ്ത് വെക്കാറ്. ഐ വുഡ് സേ ദിസ് എപ്പോഴും എൻ്റെ സെയിൽസ് ടീമിനോട് പറയും, മോർ ദാൻ സർവൈവിങ്, പ്ലാൻ യുവർ ഡേ ആൻഡ് ട്രൈ ടു വിൻ ദാറ്റ് ഡേ. നമ്മൾ മുന്നേക്ക് സംസാരിച്ച് പറഞ്ഞു യാത്രകളായിരിക്കും, എനിക്ക് മീറ്റിംഗ്സ് ഉണ്ടാവും, ഇതിൻ്റെ ഇടയ്ക്ക് യു ഹാവ് ടു മേക്ക് ഷുവർ അല്ലെ ഈ എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്. ഹൗ ഡു യു ഡു ദാറ്റ്? അത് ഐഡിയാസ് ആർക്കും എപ്പോഴും ഒരുപാട് പറയാം, എത്ര ഐഡിയ വേണമെങ്കിലും നമുക്ക് ഉണ്ടായിക്കോട്ടെ. പക്ഷെ ദ എഫേർട്ട് വിച്ച് യു ആർ പുട്ടിങ് ടു എക്സിക്യൂട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ വി യൂസ് ടു ഹാവ് ദിസ് കോൺവെർസേഷൻ. ഐഡിയ ആർക്കും പറയാം, അത് ആര് എക്സിക്യൂട്ട് ചെയ്യും, എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും, അവിടെയാണ് അതിൻ്റെ കാര്യം. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഐ ഹാവ് എ വെരി സ്ട്രോങ് ടീം വിത്ത് മീ. അപ്പോൾ ഈ ഒരു പ്ലാനിങ്, ഈ ഒരു സിസ്റ്റം ഒക്കെ ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതൊരു ബിഗ് തിങ് ഫോർ അസ്. 35 years രണ്ടുപേരും ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിൽ കൊണ്ടുപോവുക വലിയൊരു കാര്യമാണ്. അപ്പൊ ഇത് പുളിന്നൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്, നമ്മൾ കാണുന്നതാണ് വളരെ അനേകം.
അപ്പൊ അവരോടൊക്കെ എന്തായിരിക്കും പറയാനുള്ളത്? വാട്ട് ഡു യു ഹാവ് സീൻ ഇൻ ദം? ഇവർ രണ്ടുപേരിലും കണ്ട ഒരു എന്താ ഒരു ഭയങ്കര ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് നിനക്ക് എന്നുള്ളതല്ല, ഇതെല്ലാം നമുക്കുള്ളതാണ്. അപ്പൊ ഇത് നമ്മളെ വളർച്ചയാണ്. ആ രീതിയിൽ നമ്മൾ വളർന്ന് മുന്നോട്ട് പോവുക. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്, അതായത് കൂട്ടുകച്ചവടം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഫ്രജൈലായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളൊരു ഒറ്റയ്ക്കൊരു ബിസിനസ് തുടങ്ങുന്നതിലും ഒരുപാട് ഗ്രോത്ത്, അതായത് ഒരുമിച്ചുണ്ടാവുമ്പോഴുള്ള ഗ്രോത്ത് ഒരുപാടാണ്. അതുകൊണ്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്നാണ് ബീയിങ് ട്രാൻസ്പാരൻറ്റ് വിത്ത് യുവർ പാർട്ട്ണർ, ബീയിങ് വെരി ഓപ്പൺ വിത്ത് യുവർ പാർട്ട്ണർ. അതായത് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക. അത് കേൾക്കുന്ന ആളും അതുപോലെ തന്നെ ആ ഒരു മെൻറ്റാലിറ്റിയെ കൂടെ, അതായത് പുള്ളിക്ക് പുള്ളിൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായങ്ങൾ കേൾക്കുക, കമ്പനീന്റെ നല്ലതിനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട്. കല്ലായി എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്തു നിന്നാണ് ഉപ്പയും മുജീബിക്കയും കൂടി ഇത് സ്റ്റാർട്ട് ചെയ്തത്. നൗ കോഴിക്കോട് നമ്മൾ കാണുന്ന കെൻസ TV-യിൽ കാണുന്ന വലിയ ആഡ് സൗത്ത് ഇന്ത്യയിൽ ഫുൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഹൗ ഹാപ്പി ആർ യു അബൌട്ട് ഇറ്റ്? 2025 നിൽക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉള്ള, അല്ലെങ്കിൽ ഏറ്റവും അധികം സ്റ്റീൽ വിൽക്കപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറാൻ കെൻസയ്ക്ക് സാധിച്ചു. സോ ഇറ്റ് ഇസ് വെരി ബിഗ് തിങ് ഫോർ മൈ. അതുപോലെ തന്നെ ഈ കമ്മിങ് വരും സമയങ്ങളിൽ വി ആർ ട്രൈങ് ടു എക്സ്പാൻഡ് ടു തമിഴ്നാട് ആൻഡ് കർണാടക. അപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ എക്സ്പാൻഷനും പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ദ ഗ്രോത്ത് വാസ് ആക്ച്വലി ഒരുപാട് സമയമെടുത്ത ഗ്രോത്ത് ആണ്. അങ്ങനെ ഒരു പെട്ടെന്ന്, അതെ, ഐ വുഡ് സേ അങ്ങനെ ഒരു സ്പീഡിൽ വന്ന ഗ്രോത്ത് അല്ല. ഇറ്റ് വാസ് എ ഗ്രാജുവൽ ഗ്രോത്ത്. പക്ഷെ ആ ഗ്രാജുവൽ ഓരോ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, തെറ്റുകൾ വന്നിട്ടുണ്ട്, തെറ്റിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന ഗ്രോത്ത് ആണ്. മോർ ഓവർ ഇന്ന് കെൻസ we source our raw material from Poland, Germany, Bahrain, and നമ്മളെ ഫാക്ടറി മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ റൺ ചെയ്യുന്ന ഏജൻസി is from UK, and we source our machineries from Germany. So I would say globally ഒരു കൊളാബറേറ്റർ ആണ് കെൻസ. That is huge for me. കോഴിക്കോട് ഇന്ന് ഒരു മിനിറ്റ് പോലും നമ്മൾക്ക് മഴ നിന്നിട്ടില്ല. നമ്മൾ രാവിലെ തൊട്ട് ഷൂട്ട് ചെയ്യാണ്. നമ്മൾ കുറെ ഔട്ട്ഡോർ നമ്മൾ വിചാരിച്ചു ലാസ്റ്റ് ഒന്ന് ഔട്ട്ഡോർ ഒക്കെ ഒന്ന് ഞാൻ നല്ല ബീച്ചിൽ എവിടെയും നിർത്തി ചായ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ കോഴിക്കോടിന്റെ ഈവനിങ് അല്ലേ നിങ്ങളുടെ ഇവിടുത്തെ ബീച്ചിന്റെ ശരിക്കുള്ള ബ്യൂട്ടി കാണുന്നത് അല്ലേ? ബീച്ച് സൈഡ് ഭയങ്കര ഇതാണ്. കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ്. എന്നും കോഴിക്കോട്ടുകാരെപ്പോഴും പറയും കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഒരുപാട് കൾച്ചറൽ ബ്യൂട്ടി ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് ചാമുള്ള ഒരു സ്ഥലമാണ് കാലിക്കറ്റ്. ഭക്ഷണത്തിലായിക്കോട്ടെ, എന്നും ആൾക്കാർ ഭക്ഷണം മാത്രമേ പറയാം. പക്ഷെ ഇപ്പം ഭക്ഷണത്തിലും ഉപരി ഒരുപാട് കാര്യങ്ങൾ. ഈവനിങ് രാത്രിയൊക്കെ നിങ്ങൾ ബീച്ചിൽ പോയാൽ നിങ്ങൾക്ക് ആൾക്കാർ ചുറ്റും കൂടി നിന്ന് പാട്ട് പാടുന്നത് കേൾക്കാം. അപ്പം അങ്ങനെ അതും വയസ്സ് വ്യത്യാസമില്ലാണ്ട് പല ഏജിലുള്ള ആൾക്കാർ, പ്രായമുള്ള ആൾക്കാരൊക്കെ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ബീച്ചിൽ കാണാം. സോ കാലിക്കറ്റ് ഇസ് വെരി സേഫർ പ്ലേസ് ആക്ച്വലി. അത്രയും നല്ല മനുഷ്യരുള്ള സ്ഥലമാണ് കാലിക്കറ്റ്. അതാണ് സ്നേഹമുള്ള അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് എപ്പോഴും കേൾക്കും. There is a coffee shop nearby. We can go there. As an individual ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അതൊന്ന് സ്റ്റക്ക് ആയിട്ടുണ്ടോ? അതെ, എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഓരോ സെഗ്മെന്റിൽ പല പല കാര്യങ്ങളാൽ മനുഷ്യന്മാർ സ്റ്റക്കാവുന്ന ഒരു അവസരം ഉണ്ടാവും. എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് പെട്ടെന്നൊരു ദിവസം ഒരു ഫോൺ കോൾ വന്ന് കോള് കട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഇടത്തെ ചെവി കേൾക്കാതായി. അങ്ങനെ ഞാൻ കുറച്ച് പാനിക്കായി. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെയാണ് തിരിച്ചറിഞ്ഞത്, അതായത് ഒരു ചെവി പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യില്ല. അതായത് എൻ്റെ കേൾവി നഷ്ടപ്പെട്ട് സെൻസറോ ന്യൂറോ ഹിയറിംഗ് ലോസ് എന്ന് പറയും. അതായത് ചെവിയിൽ നിന്ന് സൗണ്ട് ക്യാപ്ചർ ചെയ്തിട്ട് ബ്രെയിനിലേക്ക് കൊടുക്കുന്ന നെർവ് ഡാമേജ് ആയി പോവുക. നെർവല്ല, നെർവിൻ്റെ ഹെയർ സെൽസ് ഡാമേജ് ആയി പോവുക എന്നുള്ളത്. സോ അങ്ങനെ കുറച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആയി, കുറച്ച് ബാലൻസിൻ്റെ വിഷയങ്ങളുണ്ടായി. അങ്ങനെ അതായിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് ഇപ്പം ആക്ച്വലി ലെഫ്റ്റ് ഇയറിൽ എനിക്ക് തീരെ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ത്രൂ ഔട്ട് ദി ഇന്റർവ്യൂ എനിക്ക് അടുത്ത ചെവി കേൾക്കില്ല, ഒരു ചെവി തീരെ സൗണ്ട് കേൾക്കില്ല. അപ്പോൾ ത്രൂ ഔട്ട് യുവർ ഡേ ബിസിനസ്സും കാര്യങ്ങളിലൊക്കെ എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നത്? അപ്പോൾ ആക്ച്വലി തുടക്ക കാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇടത്തെ ഭാഗത്തുനിന്ന് കേൾക്കാനും, അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ഏരിയാസിലുള്ള സൗണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാനൊരു മൈസൂരിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഹിയർ ആൻഡ് സ്പീക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ പോയി കൺസൾട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്പീക്കിംഗ് തെറാപ്പീസും അല്ലെങ്കിൽ അങ്ങനെ ഒരു ലിപ് റീഡിങ് കൈൻഡ് ഓഫ് കുറേ തെറാപ്പീസൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ കുറേ ഓവർകം ചെയ്തത് ഞാൻ തന്നെ അതിനെ ഒരു
പ്രോബ്ലം ആക്കി ആസ് ഒരു കമ്പനിയിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന പോലെ ഈ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി ഇപ്പം ആക്ച്വലി അത് ജീവിതത്തിന്റെ ഭാഗമായി മാറി, ഞാനത് അറിയുന്നില്ല. നിങ്ങൾക്കൊരു ഫ്യൂച്ചർ വിഷൻ എന്തായാലും ഉണ്ടാവും അറിയാം. അതെന്താണ് ഷഹദിന്റെ ടീമിലുള്ള ഫ്യൂച്ചർ വിഷൻ എന്താണ്? കെൻസയുടെ വിഷൻ എന്ന് പറയുമ്പം ഓൾവേസ് വാട്ട് ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ മൈ ഫാദർ ഹാഡ് ഇസ് ദാറ്റ് കെൻസ wanted to be the pioneer അല്ലെങ്കിൽ the voice of the steel industry. അപ്പോൾ അതിന് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു കമ്പനി വിച്ച് ഹെൽപ്സ് ഇൻ നേഷൻസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡായി ആൻഡ് വി ഷുഡ് ബി ദി വോയിസ് ഓഫ് ദി സ്റ്റീൽ ഇൻഡസ്ട്രി. അപ്പം എന്നും ആ രീതിയിലായിരുന്നു ഉപ്പ കണ്ട കെൻസ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദീർഘവീക്ഷണം. അപ്പം ഞാനും അതിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് my team try our best to be there to fulfill their vision. And thank you so much and to the entire team of Kenza. Thank you. You have an amazing team. Let it be, as I said, touch wood. And thank you so much. നിങ്ങൾ എല്ലാവരും എഫേർട്ട് എടുത്ത് എല്ലാവരും കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് വന്ന് ത്രൂ ഔട്ട് ദ ഡേ വി ഹാഡ് ഫൺ ആക്ച്വലി. നമ്മളും ഓപ്പൺ അപ്പ് ആയി ഒരുപാട് സംസാരിക്കാൻ പറ്റി. ഐ തിങ്ക് വാട്ട് ഇസ് ദിസ് കോൾഡ് എ ഡേ with an entrepreneur. Day with an entrepreneur. So I hope I have shared my things, whatever I like. എൻ്റെ കാര്യങ്ങളും നമ്മുടെ ബിസിനസ് കാര്യങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹോപ്പ് ടു സീ യു ഓൾ സൂൺ. ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ നിങ്ങൾ നല്ലൊരു ബിരിയാണി വാങ്ങിച്ചു തരണം. നമുക്ക് നോക്കാം. കാണാം. ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.